ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും 11 പേർ മരിക്കാൻ ഇടയായ സംഭവത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ കർണാടക ഹൈക്കോടതി. ഇനി കേസ് പരിഗണിക്കുന്നതുവരെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതേസമയം അറസ്റ്റിലായ RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സൊസൈലയുടെ അറസ്റ്റിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്നും കോടതി അറിയിച്ചു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ തങ്ങൾക്കെതിരെ ചുമത്തിയ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രഘുറാം ഭട്ട് ഉൾപ്പെടെയുള്ളവർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിന് വീണ്ടും പരിഗണിക്കുന്നതുവരെ KSCA ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യരുതെന്നും എന്നാൽ ഇവർ അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സോസ്ലയുടെ അറസ്റ്റിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസെടുത്ത ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാണെന്ന് കോടതിയിൽ നിഖിൽ വാദിച്ചെങ്കിലും അത്തരം വാദങ്ങൾക്ക് യുക്തിയില്ലെന്ന് കോടതി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വാദം കൂടി കേൾക്കണമെന്ന് പറഞ്ഞ കോടതി കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. 11 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ RCB മാർക്കറ്റിംഗ് മേധാവിയടക്കം 4 പേരെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സോസലെ, ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമായ DNA എന്റർടൈൻമെന്റ്സിന്റെ പ്രതിനിധികളായ സുനിൽ മാത്യു, കിരൺ, സുമന്ത് എന്നിവരാണ് പിടിയിലായത്. നിഖിൽ സോസലെയെയും സുനിൽ മാത്യുവിനെയും മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ കെമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടുകയായിരുന്നു. അതേസമയം അറസ്റ്റ് മുന്നിൽ കണ്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വൈസ് പ്രസിഡന്റ് രാജേഷ് മേനോന്റെ വീട്ടിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തുകയും ചെയ്തു. സംഭവത്തിൽ ബംഗളൂരു പോലീസ് കമ്മീഷണർ B. ദയാനന്ദയെ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥ തലത്തിലും സിദ്ധരാമയ്യ സർക്കാർ കർശന നടപടി തുടങ്ങി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി K. ഗോവിന്ദരാജിനെ പുറത്താക്കുകയും ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹേമന്ത് നിംബാൽക്കറിനെ സ്ഥലം മാറ്റുകയും ചെയ്തു. പരേഡിന് അനുമതി നിഷേധിച്ച പോലീസ് നടപടി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് പൊളിറ്റിക്കൽ സെക്രട്ടറി K. ഗോവിന്ദരാജാണെന്നാണ് സൂചന. ലക്ഷക്കണക്കിന് ആരാധകർ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്റലിജൻസ് വിഭാഗത്തിന് സാധിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹേമന്ത് നിംബാൽക്കറിനെ സ്ഥലം മാറ്റിയത്. അതിനിടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളുടെ പരാതിയിൽ RCBക്കെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു. ദുരന്തത്തിന് കാരണം RCBയുടെയും കർണാടക ക്രിക്കറ്റ് ബോർഡിന്റെയും അനാസ്ഥയെന്നാണ് FIR. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.